ആ ആയ കാലത്ത് തന്തന്മാര് നല്ലപോലെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വെച്ച മക്കളുമാർക്ക് ഇതുപോലെ ഇരുന്ന് സൂഹിക്കാം. കണ്ടില്ലേ ഒരുത്ത റെയിൽവേ സ്വന്തമായിട്ട് ഒരു ട്രെയിൻ വരെ വാങ്ങിച്ച് അതിനകത്തിരുന്ന് സീറ്റ് മീഡിയ വലിക്കുന്നത്. ഇങ്ങനെ വേണം തന്തന്മാരായ നമുക്കൊക്കെ ഉണ്ട് ഓരോ തന്തമാര്. ഞാനേ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കും അതിനാ താഴെയൊക്കെ ബോക്സിങ് പഠിച്ചവന്മാര്, ഈ ഒറ്റയടിക്ക് ബോധം കിടത്തണവന്മാര്, അടിച്ച് ഷേപ്പ് മാറ്റണവന്മാര്, മുഖത്ത് ഇങ്ങനെയൊക്കെ കുറെ ടീമുകളൊക്കെ ഉണ്ട്. ഈ ഇതുപോലെ ഈ പബ്ലിക്കിൽ ന്യൂസൻസ് ഉണ്ടാക്കി ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് റെയിൽവേക്കകത്താണ് ഇരിക്കുന്നവൻ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഒറ്റയടിക്ക് ബോധം കിടത്തണം, ശരിയാണ്. പക്ഷെ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അതാണ് ഒരു ചോദ്യം. ഇനി അതല്ല, നിങ്ങൾ അടി മിസ്സായി കഴിഞ്ഞാൽ അവനുള്ള പിച്ചാത്തി എടുത്ത് പള്ളക്കൊരു കുത്ത്, അതോടുകൂടി നിങ്ങളുടെ ജീവിതം തീർന്നു. അവനൊന്നും പോകാനും കാണൂല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആ വീഡിയോ എടുത്തില്ലേ, റെയിൽവേയിൽ വിളിച്ച് പറയുക, റെയിൽവേ പോലീസുമാർ വിളിച്ച് പറയുക, എടുത്ത് പബ്ലിസൈസ് ചെയ്യുക. ഇതേ പറ്റൂ. നടപടി റെയിൽവേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കുക. അതല്ലാത്ത പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരടി കാലോടൊക്കെ കൊടുത്ത് ഞാൻ അടിയിൽ അവൻ്റെ ബോധം പോകണം. അതിന് കഴിവുണ്ടാ സ്പോട്ടിൽ കൊടുത്തോണം. നിങ്ങൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ഒന്നും നോക്കരുത്. അല്ലെങ്കിൽ ആ കൂടെ ഇരിക്കുന്ന ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ശ്വസിച്ചിരിക്കണം. 4-5 പേര് ചേർന്നിട്ട് 2 പേര് പിടിച്ച് കൈ ഇങ്ങനെ വിരിച്ചങ്ങ് വെക്കുക. നെഞ്ചിനാണ്ട് ഇവിടെ സോളാർ പ്ലക്സിൽ 3 ഇടി കൊടുത്താൽ മതി. 3 വേണ്ട, ഒരെണ്ണം ബലത്തിന് കൊടുക്കാൻ പറ്റില്ല മതി. അല്ലെങ്കിൽ ആടി വയറ്റിന് കൊടുക്കണം. അവിടെ അങ്ങ് ഇരുന്നോളൂ. എന്നിട്ട് ബീഡി വായന എടുക്കില്ല, ബീഡി ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇതിനെ കടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കും. എന്നിട്ട് ഇങ്ങനെ പോലീസിനോ എടുത്തും കൊടുക്കണം. ഇവനെ സാറൊന്ന് വെളിയിലാക്കണമെന്ന് പറഞ്ഞ് കൊടുത്താൽ ബാക്കി അവർ